Hi all, welcome to my channel Pharma Tips, Tricks, Mind Maps by Anjana. Hi all, in the jurisprudence schedules to the rule, schedule A to Y വരെയുള്ള ഷെഡ്യൂൾ നമുക്കറിയാം ഡി എൻ സി ഐക്കിൽ കുറേ ഷെഡ്യൂൾസ് ഉണ്ടെന്നല്ലേ. ആ ഷെഡ്യൂൾസ് അതിൻ്റേതായ ഓർഡറിൽ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളത് ഒരു ട്രിക്ക് മുഖേന, അതായത് ഒരു കഥ മുഖേന നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ജെ വരെയുള്ള ഒരു കഥ മുഖേന ഞാൻ പറയുവാണ്. അതിനുശേഷം ചെറിയ ചെറിയ ടിപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. ഓക്കെ നമുക്ക് നമ്മുടെ ട്രിക്സിലോട്ട് കടക്കാം. ഓക്കെ, ഒരു കഥ മുഖേനയാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റേതായ ഭാവനയെ ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. മനസ്സിലാവുന്നതാണ് ഒരു പ്രതീക്ഷ. നോക്കി, ഒരു കുട്ടി ആണല്ലോ, ആ കുട്ടി ഒരു ഫാർമസി കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആദ്യം കുറച്ച് കാര്യങ്ങളെല്ലാം തിരക്കി അതിനുശേഷം അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആ കുട്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്തുവാ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെയുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കുറിച്ച് അറിഞ്ഞു, ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ. അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പം തന്നെ 2 ഷെഡ്യൂൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണ്, ഷെഡ്യൂൾ എ ആണ് എന്താ, ആപ്ലിക്കേഷൻ ഫോം. ഈ കുട്ടി ആദ്യം കോളേജിൽ പോയിട്ട് ആദ്യം വിളിച്ചെന്താണ്, അഡ്മിഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം. ഷെഡ്യൂൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആപ്ലിക്കേഷൻ ഫോം. ആൻഡ് ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീസ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു, ഫെസിലിറ്റീസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ആ കുട്ടി എന്ത് ചെയ്തു, അഡ്മിഷൻ എടുക്കാനായിട്ട് അവിടെ ഫീസ് അടച്ചു. ഓക്കെ, എ ഈസ് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ബി ഷെഡ്യൂൾ ഈസ് ഫീസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ കുട്ടി എന്ത് ചെയ്തു, അവിടെ പഠിക്കാനായിട്ട് കയറി. നമ്മുടെ പലരുടെ അവസ്ഥ, ഫാർമസി പഠിക്കാൻ കയറിയപ്പോൾ നമ്മുടെ പലരുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്. എന്നാലും ആ സിലബസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് എന്താ, ഒരു തല ഇറക്കം വന്നു. ആ കുട്ടി എന്ത് ചെയ്തു, അവിടെ തല കറങ്ങി വീണു. സന്തോഷത്തോടെ കയറിയ കുട്ടിയാണ്. ഇപ്പം തല കറങ്ങി ഇവിടെ താഴെ വീണ് കിടക്കുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എല്ലാവരും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയി. ഡോക്ടറിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് അതായത് ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, എടുത്തുകൊണ്ട് പോയപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഡോക്ടർ ഡ്രിപ്പ് ഇട്ടു. അതിനുശേഷം കൊച്ചു ഏകദേശം ഓക്കെ ആയപ്പോൾ ആ കുട്ടിക്ക് എന്തെടുത്തു, ഗുളികയൊക്കെ കൊടുത്ത് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഓക്കെ, ആദ്യം ഡ്രിപ്പ് ഇട്ടു, പിന്നെ എന്ത് ചെയ്തു, ഗുളിയെല്ലാം കൊടുത്തു വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. നോക്കിയേ, ആൻഡ് സി ഈസ്, ഷെഡ്യൂൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, പാരൻട്രൽസ്. ഓക്കെ, ഷെഡ്യൂൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, പാരൻട്രൽസ് ആണ്. ഓക്കെ, സെറ വാക്സിൻ ഇതെല്ലാം വരുന്ന പാരൻട്രൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് C1 എന്ന് പറയുന്നത് എന്താ, നോൺ പാരൻട്രൽസ് ആണ്. പാരൻ്റൽ റൂട്ട് വഴി കൊടുക്കാൻ പറ്റാത്ത അതർ സ്പെഷ്യൽ പ്രോഡക്ട്സിനാണ് എന്താ, നോൺ പാരൻട്രൽസ് പറയുന്നത് കേട്ടോ. C1-നകത്താണ് നോൺ പാരൻട്രൽസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, ആ കുട്ടി സന്തോഷമായിട്ട് എന്നിട്ട് അങ്ങ് വീട്ടിൽ പോയി, ഗുളിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി. അടുത്ത നോക്കിയേ, നമ്മുടെ അടുത്തൊരു കഥാനായകൻ, അതായത് നമ്മുടെ ഫസ്റ്റ് വന്ന കുട്ടിയുടെ ഒരു ഫ്രണ്ട് വരുവാണ്. ഓക്കെ, വിദേശത്ത് നിന്ന് ഈ കുട്ടിയുടെ കോളേജിലേക്ക് പഠിക്കാൻ വന്ന അടുത്തൊരു ഫ്രണ്ട് ഉണ്ടോ. ആ ഫ്രണ്ട് എന്താ, കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഓക്കെ കൈവശമുള്ള ആൾക്കാരാണ്. ഒരു കുട്ടി, അതായത് മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതായത് പോയിസണസ് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, ഫ്ലൈറ്റാണ് കേട്ടോ ഇത്. ഞാൻ എയ്റോപ്ലെയിൻ വരച്ചതാണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടി പുതിയ ഫ്രണ്ടാണ് നമ്മുടെ ആദ്യത്തെ കുട്ടിയുടെ. ആ ഫ്രണ്ട് എന്താണ്, പോയിസണസ് ഡ്രഗ്സൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നോക്കിയേ, ആൻഡ് ഡി ഈസ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഓക്കെ, ഇറക്കുമതി, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ആൻഡ് E1 ഡ്രഗ്സ് എന്ന് പറഞ്ഞത് പോയിസണസ് ഡ്രഗ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. E1 എന്ന് പറഞ്ഞാൽ പോയിസണസ് സബ്സ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോയിസണസ് സബ്സ്റ്റൻസും ആൻഡ് E1 എന്ന് പറഞ്ഞാൽ ആയുർവേദ സിദ്ധ യുനാനിയിൽ വരുന്ന പോയിസണസ് സബ്സ്റ്റൻസുമാണ് പറയുന്നത്. അത് രണ്ടും പക്ഷേ എന്താണ്, ഒമിറ്റഡ് ആണ് കേട്ടോ. ഇതിന്ന് ഇപ്പം തൽക്കാലം എടുത്ത് കളഞ്ഞേക്കുവാണ്. പണ്ടത്തേതായിരുന്നു, ഇപ്പോൾ ഇത് ഇല്ല. എന്നാലും നമ്മൾ ചോദിച്ചാൽ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ കഥ ഇത്രയായി. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ കഥാനായകൻ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ടുമായിട്ട് കൂട്ടൊക്കെ കൂടി. അത് കഴിഞ്ഞപ്പോൾ എന്താ, ആ കുട്ടിയുടെ കയ്യിലുള്ള ഈ പോയിസണസ് സബ്സ്റ്റൻസ് നമ്മുടെ ഈ കഥാനായകനെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് എന്താണ്, ആശുപത്രിയിൽ അഡ്മിറ്റായി, ഹോസ്പിറ്റലിലായ കൊച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെഡ്യൂൾ നോക്കാം. അതായത് എഫ്, ഹോസ്പിറ്റലിലായപ്പോഴാണ് എന്താ അറിഞ്ഞത്, ആ കുട്ടിയുടെ ബ്ലഡിനകത്ത് അത്രയും പോയിസണായി. ആ ബ്ലഡ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫ്യൂസ് ചെയ്ത് മാറ്റണം. ബ്ലഡ് ബാങ്കിൻ്റെ ആവശ്യം അവിടെയായിട്ടുണ്ട്.
ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ബാങ്ക്. ഓക്കെ, എഫിനകത്ത് തന്നെ 3 വരുന്നുണ്ട്, F1, F2 ആൻഡ് F3. ഓക്കെ, F1, F2 ആൻഡ് F3 ഉണ്ട്. ഓക്കെ, ഓക്കെ, ആ F1നകത്താണ് 3 വീണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ LSD എന്ന് പറഞ്ഞൊരു മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ, ഒരു പോയിസണസ് ഡ്രഗിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിനൊന്ന് ആലോചിക്കുക. ആ എല്ല് മാറ്റിയിട്ട് വി ആക്കുക. ഓക്കെ, VSD. വി എന്ന് പറഞ്ഞാൽ എന്താ? വാക്സിൻ. എസ് എന്ന് പറഞ്ഞാൽ സെറ, ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് സബ്സ്റ്റൻസസ്, ഏജൻറ്റ്സ്. ഓക്കെ, ആൻഡ് F2 എന്ന് പറഞ്ഞാൽ എന്താ? സർജറി. അപ്പം ബ്ലഡ് മാറ്റിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ആ കൊച്ചിന് നമ്മുടെ കഥാനായകന് ഉണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ? സർജറി ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സർജറി ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ് ആര്? ഡോക്ടറും പേഷ്യൻറ്റും. ഓക്കെ, ഇമ്പോർട്ടൻസ് അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഡോക്ടറിനും പേഷ്യൻറ്റിനും അല്ലേ, സർജറി സമയത്ത്. അതാണ് F2 എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ കേട്ടോ. 2 ആൾക്കാർക്കാണ് അവിടെ പ്രധാനം വരുന്ന. ആൾക്കൊക്കെ ഡോക്ടറിനും പേഷ്യൻറ്റിനും. അത് ആലോചിക്കുക സർജറിയുടെ സമയത്ത്. അപ്പോൾ F2 ആണ് അത്. അതിൻ്റെ F3 എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക. F3 അതും ഡോക്ടറുടെ ഇത് തന്നെ, പക്ഷേ ഇങ്ങനെ ഓർത്തിരിക്കാം, പ്രഗ്നൻസിയുടെ സമയത്ത്. ഓക്കെ, അതും ചിലർക്ക് സിസേറിയൻ ആവാറുണ്ടല്ലേ. സിസേറിയൻ ആയാലും ശരി, അല്ലാതെ ആയാലും ശരി. ഓക്കെ, നോർമൽ ആയാലും ശരി. അവിടെ ആർക്കാണ് പ്രാധാന്യം വരുന്നത്? ഡോക്ടറിനും മദറിനും ബേബിക്കുമാണ് അല്ലേ, 3 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, F3 എന്ന് പറഞ്ഞാൽ 3 ആൾക്കാർക്ക് പ്രാധാന്യം വരുന്നതാണ്. അവിടെ എന്താണ്? അംബലിക്കൽ ടേപ്പ്. ഓക്കെ, അംബലിക്കൽ ടേപ്പാണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് എഫ് എന്ന് പറയുന്നത് 2 F അല്ലേ, 2 F അടുത്തടുത്ത് വരുന്നു. നമ്മുടെ 2 കണ്ണ് പോലെ അടുത്തടുത്ത് 2 F വരുന്നു. അപ്പോൾ എന്താണ്? ഒഫ്താൽമിക് പ്രോഡക്റ്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒഫ്താൽമിക് പ്രോഡക്റ്റ്സ്. ഓക്കെ അല്ലേ ഇത്രയും? ഓക്കെ, നമ്മുടെ കഥയ്ക്കകത്തല്ലാതെ 2 ആൾക്കാർ വന്നു, അതവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ കഥാനായകൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്ക് ഹോസ്പിറ്റലിൽ ആര് പോയാലും നമുക്ക് അവിടെ ദൈവമായിട്ട് തോന്നുന്ന ഒരാളാണ് എന്താ? ഡോക്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പം G for God. ഓക്കെ, ഗോഡ്. ഏത് ആൾക്കാരായാലും എന്താ? ഗോഡിനെയാണ് അവസാനം വിളിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ദൈവമാണ് ആരാ? RMPs എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൂപ്പർവിഷൻ ഓഫ് എക്സ്പേർട്ട്, അതായത് RMPയുടെ സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഷെഡ്യൂൾ ഓഫ് ഡ്രഗ്സ് ആണ് ഷെഡ്യൂൾ Gക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഷെഡ്യൂൾ H. ഒരു ഫാർമസിസ്റ്റായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. ഷെഡ്യൂൾ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പെൻസ് ഓൺലി ഓൺ ദ പ്രിസ്ക്രിപ്ഷനായിട്ടുള്ള ഡ്രഗ്സ് മാത്രം എന്താ ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ജെ, ഷെഡ്യൂൾ J. ഓക്കെ, ഷെഡ്യൂൾ Jക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നോട്ട് ക്ലെയിം ടു ക്യൂർഡ്. നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്, ലൈക്ക് ബ്ലൈൻഡ്നെസ്, ജോണ്ടിസ്, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ. അവയൊക്കെ നമുക്ക് ഈ ചുമ്മാ പറയുന്നതാണ്. നമുക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ J എന്ന് പറയുന്നത്. J for ജോണ്ടിസ്. ഓക്കെ, ജോണ്ടിസിൽ നിന്ന് ക്യൂർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്രഗ്സാണ്, അസുഖങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ J for ജോണ്ടിസ് ഓർത്തിരിക്കുക. J for ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറഞ്ഞ അസുഖം നമുക്ക് പൂർണ്ണമായി ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് K, ഷെഡ്യൂൾ K for കിങ്. ഓക്കെ, ഇത് ഒരു കീഴിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. K for കിങ്. കിങ് എന്തുവാ? ഡ്രഗ്സ് എക്സ്പെൻഡഡ് ഫ്രം മാനുഫാക്ചറിങ് പ്രൊവിഷൻ. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് പ്രൊവിഷൻ ഒന്നും ഇവർക്കില്ല, അല്ലാതെ തന്നെ നമുക്ക് മാനുഫാക്ചറിങ്ങിൽ ആ ഡ്രഗ്സ് ഉപയോഗിക്കാം എന്ന തരത്തിലുള്ള രാജാവിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ലല്ലോ അല്ലേ. അതുമാതിരി കിങ് ആണ്. K for കിങ്, അതായത് മാനുഫാക്ചറിങ് പ്രൊവിഷൻ ഇവർക്ക് പ്രത്യേകമായിട്ടില്ല. അങ്ങനത്തെ തരത്തിലുള്ള ഡ്രഗ്സാണ് ഷെഡ്യൂൾ Kക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് M. ഷെഡ്യൂൾ M എന്ന് പറഞ്ഞാൽ എന്താണ്? GMP. ഗുഡ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലേ, അല്ലെങ്കിൽ ഗുഡ്സ് മാനുഫാക്ചറിങ് പ്രൊസീജിയേഴ്സ് ആണ് GMPക്കകത്ത് പറയുന്നത്. അപ്പോൾ M for GMP. ഓക്കെ, അതിനകത്ത് നോക്കിയാൽ M1, M2, M3 എന്നുണ്ട്. ഓക്കെ, M1, M2, M3 എന്ന് ഉണ്ട് കേട്ടോ. ഇവിടെ ഓർത്തിരിക്കാൻ നമുക്ക് ചെറിയൊരു കഥയായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി വരുവാണ്. ആ കുട്ടി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ആ കൊച്ചിന് ചെറിയൊരു തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
വീട്ടിലോട്ട് കുട്ടി വന്നു. കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, ആ കൊച്ച് ഇട്ടിരുന്ന കോസ്മെറ്റിക്സൊക്കെ റിമൂവ് ചെയ്തു. എന്നിട്ട് കുട്ടി എന്ത് ചെയ്തു, BP ചെക്ക് ചെയ്തു. ഓക്കെ, എന്നാലോയ്ക്കുക, എന്താണ് പറഞ്ഞത്, എമ്മിനകത്തുള്ള M1 M2 M3യുടെ ചെറിയൊരു ഇതാണ് പറഞ്ഞത്. ഓക്കെ, GMP എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ആണല്ലേ. ആ പ്രാക്ടീസിൽ നിന്ന് പിടിച്ചോ. ഓക്കെ, അതായത് ഒരു കുട്ടി ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുവാണ്, ഗോ ടു ഹോം ആണ്. ഓക്കെ, എന്നിട്ട് എന്താ, കൊച്ച് കോസ്മെറ്റിക്സ് ഒക്കെ റിമൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ചെറിയൊരു തലകറക്കം കാരണം കൊച്ച് എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് BP ഒന്ന് ചെക്ക് ചെയ്തു കുട്ടിയുടെ. ഓക്കെ അല്ലേ, ഒന്ന് നോക്കി. M1 എന്ന് പറഞ്ഞാൽ എന്താ, പ്രെമിസസ് എക്സെട്ര ഫോർ ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ പ്രെമിസസും കാര്യങ്ങളും കാര്യം M1 പറയുന്നുണ്ട്. M2 പറയുന്നത് എന്താ, പ്രെമിസസ് എക്സെട്ര ഫോർ കോസ്മെറ്റിക്സിനുള്ളതാണ്, റിമൂവ് കോസ്മെറ്റിക്സ് അല്ലേ. അതിനകത്ത് പറയുന്നത് M2 പറയുന്നത് കോസ്മെറ്റിക്സിൻ്റെ സ്റ്റാൻഡേർഡ്സും കാര്യം പ്രെമിസസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. M3 പറയുന്നത് പ്രെമിസസ് എക്സെട്ര ഫോർ മെഡിക്കൽ ഡിവൈസസ്. BP ചെക്ക് ചെയ്യാനുള്ള മാനോമീറ്റർ എന്താണ്, ഒരു മെഡിക്കൽ ഡിവൈസാണ് അല്ലേ. ഓക്കെ അല്ലേ, അത് മൂന്നും. ആൻഡ് N എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം, MIN, മിനിമം റിക്വയർമെൻറ്റ് ടു റൺ എ ഫാർമസി. ഒരു ഫാർമസി നടത്തിക്കൊണ്ട് പോകാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഷെഡ്യൂൾ Nനകത്ത് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് O. ഓക്കെ, ഷെഡ്യൂൾ O എന്ത് പറയുന്നത്, ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. നമ്മൾ പറയും അയ്യോ കീടാണു അല്ലേ, നമ്മളങ്ങനെ പറയും. നമ്മൾ കോവിഡ് വന്നപ്പം ഇപ്പോഴും പറയുന്ന കാര്യം അല്ലേ, കീടാണുവാണ്, കൈ കഴുകണം എന്നൊക്കെ അല്ലേ. IO. ഓക്കെ, O ഫോർ എന്താണ്, ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്. ഓക്കെ, കീടാണുവിനെതിരെയായിട്ടുള്ള ഫ്ലൂയിഡ്സാണ് എന്താ, ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം O ഫോർ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ഓക്കെ, P നോക്കിയേ, P ഉണ്ട്, P1 ഉണ്ട്. P എന്ന് പറഞ്ഞാൽ എന്താ, ലൈഫ് പീരീഡ്, കാലയളവ്. ഓക്കെ, ലൈഫ് പീരീഡും. P1 എന്ന് പറഞ്ഞാൽ എന്താ, പാക്കിങ്ങിൻ്റെ സൈസാണ് P1 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, Q എന്ന് പറഞ്ഞാൽ എന്താ, കോൾട്ടാർ കളേഴ്സ് പെർമിറ്റഡ് ഇൻ കോസ്മെറ്റിക്സ് ആൻഡ് സോപ്പിനകത്തും കോസ്മെറ്റിക്സ്, പ്രധാനമായിട്ടും കോസ്മെറ്റിക്സിനകത്ത് കോൾട്ടാർ കളേഴ്സിൻ്റെ പെർമിറ്റഡ് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താ, Q എന്ന് പറഞ്ഞാൽ എന്താ, Q ഫോർ കളർ കോട്ട് ചെയ്യത്തില്ലേ. ഓക്കെ, കളർ കോട്ടടിക്കത്തില്ലേ, അത് Q ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, C എന്നുള്ളത് Q ആയിട്ട് ആലോചിച്ചത് കളറിൻ്റെ കോട്ടിംഗ് ആണ്. ഓക്കെ, ആൻഡ് R എന്ന് പറഞ്ഞാൽ നോക്കിയാൽ റബ്ബർ കോണ്ടംസ്, സ്റ്റാൻഡേർഡ് ഫോർ സിംഗിൾ യൂസ്. ഓക്കെ, കോൺട്രാസെപ്റ്റീവ്സ്, റബ്ബർ കോണ്ടംസിൻ്റെ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ അതാണ് R ഫോർ റബ്ബർ കോണ്ടംസ് എന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് S ഫോർ ഷൈനിങ്. ഓക്കെ, നമ്മൾ ഫേസിലൊക്കെ ഷൈൻ വരാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, കോസ്മെറ്റിക്സ് അല്ലേ. സ്റ്റാൻഡേർഡ് ഫോർ കോസ്മെറ്റിക്സ് ആണ് എന്താ, Sനകത്ത് വരുന്നത്. ഓക്കെ, S ഫോർ ഷൈനിങ് ചെയ്യാനായിട്ട് നമ്മൾ മുഖത്തിടുന്നത് എന്താണ്, കോസ്മെറ്റിക്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഷെഡ്യൂൾ Sനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ഈസ് T ഫോർ ട്രീ, മരം. ഓക്കെ, T ഫോർ ട്രീ എന്നാലോചിക്കുക. ഓക്കെ, ദ റിക്വയർമെൻറ്റ് ഫാക്ടറി പ്രമിസസ് ഹൈജീൻ എക്സെട്ര ഓഫ് ആയുർവേദ. ഓക്കെ, ആയുർവേദ, യുനാനി, സിദ്ധ ഡ്രഗ്സ്. ആയുർവേദം എന്ന് പറയുമ്പോൾ പച്ചില മരുന്നുകൾ ഒക്കെ അല്ലേ ഓർമ്മ വരുന്നത് അല്ലേ. അപ്പം T ഫോർ ട്രീ എന്ന് ആലോചിക്കുക. അപ്പോൾ ആയുർവേദം മനസ്സിൽ വരും, പിന്നെ ബാക്കിയും കൂടെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഇസ് യുവിനകത്ത് U ഉണ്ട്, U1 ഉണ്ട്. ഈ U എങ്ങനെ ഓർത്തിരിക്കുന്നു വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെടുവാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്, എല്ലാവരും നമുക്ക് നേരെ കൈ ചൂണ്ടും അല്ലേ, എന്നിട്ട് പറയും യു, നീ എന്നുള്ള ആ യു പറയും അല്ലേ. ഒന്ന് ആലോചിക്കാം, യു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുറ്റത്തിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ നേരെ ആക്കാനായിട്ട്, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ നമ്മൾ എന്ത് ചെയ്യും, പ്രൂഫ് കാണിക്കണം അല്ലേ. അപ്പം എല്ലാം ഓക്കെ ആകും അല്ലേ. യു എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം, പ്രൂഫ് കാണിക്കണം അല്ലേ. അപ്പോൾ യു എന്താണ്, മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽ അനലിറ്റിക്കൽ റെക്കോർഡ് ഓഫ് ഡ്രഗ്. ഒരു എല്ലാത്തിൻ്റെയും റെക്കോർഡ് ഉണ്ടാക്കുക, പ്രൂഫ് ഉണ്ടാക്കുക, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡ്രഗ്സിൻ്റെ പ്രൂഫ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്താ യുക്കകത്ത് പറയുന്നത്. U1 എന്താണ്, മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽ അനലിറ്റിക്കൽ റെക്കോർഡ് ഓഫ് കോസ്മെറ്റിക്സിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് U1 പറയുന്നത്. അപ്പോൾ U എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൂഫാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇസ് വി ഫോർ വിക്ടറി അല്ലേ. വി ഫോർ വിക്ടറി, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രഗ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും കോമ്പൗണ്ടോ എന്തെങ്കിലും മോളിക്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തം പേരിൽ
അത് വിജയകരമായി വന്നു കഴിഞ്ഞാൽ സ്വന്തം പേരിൽ പേറ്റൻ്റ് എടുക്കാം അല്ലേ. അപ്പോൾ വി ഫോർ വിക്ടറി, വിക്ടറി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലോട്ട് പേറ്റൻ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പേറ്റൻ്റ്. ഓക്കെ, വി ഫോർ പേറ്റൻ്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻ സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് വിക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡബ്ല്യു. ഡബ്ല്യു എന്താണ്? വീക്ക്. ഓക്കെ, വീക്ക്, അതായത് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് ബ്രാൻഡ് വൺസിനേക്കാളും വീക്ക് ആയിരിക്കും എന്നുള്ളത് മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, ഡബ്ല്യു ഫോർ വീക്ക്. ഓക്കെ, ഡ്രഗ് മാർക്കറ്റ് അണ്ടർ ജനറിക് നെയിം ഒൺലി. അത് ഒമിറ്റഡ് ആണ്, എന്നാലും ചിലപ്പോൾ ചോദിച്ചാലോ. ഓക്കെ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കാണ്. ജനറിക് മെഡിസിൻസിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് എക്സ്. എക്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഡേഞ്ചർ സിഗ്നലാണ് അല്ലേ എക്സ്. ഓക്കെ, നമ്മളെ പോയിസണിൻ്റെ അവിടെയൊക്കെ ഒരു തലയൊട്ടിയും ഒരു എക്സും വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡേഞ്ചർ സിഗ്നലാണ് അതെന്ന് പറയുന്നത്. അവിടെ എന്താ ഇരിക്കുന്നത്? ഹാബിറ്റ് ഫോമിങ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ് ഷെഡ്യൂൾ എക്സിനകത്ത് വരുന്നത്. ആൻഡ് ഷെഡ്യൂൾ വൈക്കകത്ത് എന്ത് പറഞ്ഞേ? വൈ WHY ഉണ്ടല്ലോ, എന്തിന് അല്ലേ? വൈ ടു ഡു ക്ലിനിക്കൽ ട്രയൽ. ക്ലിനിക്കൽ ട്രയൽ എന്തിനാണ് ചെയ്യുന്നത്? വൈ എന്ന് പറയുമ്പോഴേ എന്താണ് ഉദ്ദേശിക്കണം? എന്തിനാണ് ക്ലിനിക്കൽ ട്രയൽ ചെയ്യുന്നത്? ക്ലിനിക്കൽ ട്രയൽ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളും വേണം. ആ ഗൈഡ് ലൈൻസും കാര്യങ്ങൾ ഷെഡ്യൂൾ വൈക്കകത്താണ് പറയുന്നത്. ഇനി വേറെ കുറച്ച് ഒമിറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ പഠിക്കാം. അതായത് ഐ ലവ് സൂ, എനിക്ക് സൂ ഇഷ്ടമാണ് അല്ലേ. ഷെഡ്യൂൾ ഐ, ഷെഡ്യൂൾ എൽ ആൻഡ് ഷെഡ്യൂൾ ഇസഡും ഒമിറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ഒമിറ്റഡ് പറഞ്ഞു. സ്പെഷ്യലായിട്ട് ഒമിറ്റഡ് കുറച്ചെടുത്ത് പറയുന്നുണ്ട്. ഐ, എൽ, ഇസഡ് അതും ഒമിറ്റഡ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.